വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായിരിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഏറെ പ്രത്യേകിച്ച് ഒരു വചന വിചിന്തനം നിങ്ങൾക്ക് നൽകുക എന്നുള്ള ഒരു കടമയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനം. എന്താണ് പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ്? വിവാഹമെന്ന കൂദാശയെക്കുറിച്ചും അതിനെ ഒരിക്കൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർപെടുത്താനായിട്ട് പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അതില് യേശുവിനെ പ്രശ്നത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് ചോദിച്ചത്. ഫരിസേയർ യേശുവിനോടൊന്ന് വന്ന് ചോദിക്കുന്നത് യേശുവിനെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 2 പാരമ്പര്യമാണ് അവരുടെ ഇടയിലുള്ളത്. ഒന്ന് ഷമ്മായി എന്ന് പറഞ്ഞിട്ട്, ഒന്ന് ഹല്ലേൽ എന്ന് പറഞ്ഞിട്ട്. ഈ ഷമ്മായി പാരമ്പര്യക്കാർക്ക് കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാം, ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം കിട്ടും. ഇനി ഹില്ലേൽ എന്ന് പറയുന്ന പാരമ്പര്യക്കാർക്ക് എന്താണ്, അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവാഹമോചനം കൊടുക്കണം. അതായത് ഉപ്പിട്ടത് കുറച്ചും കൂടി പോയി, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, പാത്രം കഴുകിയില്ല, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, വിവാഹമോചനം കൊടുക്കണം. പക്ഷെ മറ്റുള്ളവർക്ക്, മറ്റേ പാരമ്പര്യക്കാർക്ക് അങ്ങനെയല്ല. അവർക്ക് എന്തെങ്കിലും ഗ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൗരവപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, വിവാഹമോചനം കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലാണ് വിവാഹമോചനത്തെ കുറിച്ച് യഹൂദ ജനത കൊണ്ട് നടന്നിരുന്ന ഈ ഒരു ചിന്തയുടെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്, കർത്താവിനോട് വന്നിട്ട് ഇവർ ചോദിക്കുന്നത് എങ്ങനെയാണ് വിവാഹമോചനത്തിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ കർത്താവ് പറയും, എന്താണ് പറയുന്നത്, വിവാഹമോചനം കൊടുക്കാന്നാണോ? പറ്റത്തില്ല അല്ലേ? കർത്താവ് പറയുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. നമുക്കറിയാം, സഭയുടെ വിശ്വാസം അനുസരിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞെന്ന് തോന്നുന്നു, ആരൊക്കെയാണ് ഈ വിവാഹം എന്ന കൂദാശയുടെ കാർമ്മികരെന്ന് പറയുന്നത്? ആരൊക്കെയാണ്? വൈദികത്തിന് മെത്രാൻ, ഇവരാരുമല്ല. ആരൊക്കെയാണോ വിവാഹം കഴിക്കുന്നത് അവര് തന്നെയാണ് ഈ കൂദാശയുടെ കാർമ്മികർ എന്ന് പറയുന്നത്. അതായത് വധുവും വരനും തന്നെയാണ് ഈ കൂദാശയുടെ കാർമ്മികർ എന്ന് പറയുന്നത്. പക്ഷേ വൈദികൻ പിന്നെ എനിക്ക് നടത്താം കേട്ടോ, എനിക്ക് വിവാഹം ആശീർവദിക്കാം, ഡീക്കനും ആശീർവദിക്കും. ഞാൻ രാവിലെ ഞാൻ സ്നാനത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കൂദാശയാണ് ഇതെന്ന് പറയുന്നത്, വിവാഹം എന്ന കൂദാശ എന്ന് പറയുന്നത്, ആശീർവദിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ വിവാഹം എന്ന കൂദാശയ്ക്ക് കാർമ്മികരായിട്ട് നിൽക്കുന്നത് വധുവും വരനുമാണ്. അവരുടെ പരസ്പര സമ്മതമാണ് ഈ കൂദാശയുടെ പ്രധാനപ്പെട്ട ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സമ്മതമുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഓൾറെഡി എന്തായി കഴിഞ്ഞു, വിവാഹം നടന്നു കഴിഞ്ഞു. ഇനി വൈദികന്റെ ആശീർവാദത്തോടു കൂടെ എന്തായിട്ട് മാറുന്നു, ഒരു കൂദാശയായിട്ട് മാറുന്നു. ഇനി പല സമയത്തും നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മൾ കല്യാണം കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ മറ്റ് മതസ്ഥർ എന്ത് ചെയ്യാറുണ്ട്, കല്യാണം കഴിക്കാറുണ്ട് അല്ലേ? അപ്പൊ അവരുടെ കല്യാണം വാലിഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. അവര് കല്യാണം കഴിക്കുന്നത് വാലിഡ് ആണോ? ആണോ? ആണല്ലേ? എങ്ങനെയാണ്? അതിന് കാരണം ഈ പരസ്പര സമ്മതം തന്നെയാണ്. ഏത് മതസ്ഥരായിരുന്നാലും പരസ്പര സമ്മതത്തോടെ
കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിവാഹം നടന്നു കഴിഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ച് അത് കൗതാശികമാകുന്നില്ല, കൂതാശയാകുന്നില്ല. കാരണം അവിടെ പുരോഹിതന്റെ ആശീർവാദം നടക്കാത്തതുകൊണ്ട് കൗതാശികമാകുന്നില്ല. പക്ഷെ വിവാഹം നടന്നു കഴിഞ്ഞു. അതാണ് മറ്റ് വിവാഹങ്ങളെ പറ്റിയുള്ള ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കൗതാശികമായിട്ട് നടക്കുന്നത് പുരോഹിതന്റെ ആശീർവാദത്തോടു കൂടിയാണ്. പക്ഷേ വിവാഹം ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പര സമ്മതത്തിൽ നടന്നു കഴിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു വിവാഹം എന്നുള്ള കൂതാശയെ പറ്റി ഒരിക്കലും അത് എടുത്തു മാറ്റാൻ കഴിയാത്തതാണെന്ന് നമുക്കറിയാം. കാര്യം ദൈവം ഏക മനസ്സോടുകൂടെ ഏക ശരീരമായിട്ട് ഒരുമിപ്പിച്ചതാണ് ഇവരെന്ന് പറയുന്നത്, വധുവിനെയും വരനെയും എന്ന് പറയുന്നത്. ഒരു വധുവും വരനും ഏക ശരീരമാകുമ്പോൾ തീർച്ചയായിട്ടും ഏക ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, അത് ഒരുമിച്ച് ചേർന്നിട്ടേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതാണ്, സഭയെക്കുറിച്ച് ഏക ശരീരമായിട്ട് സഭ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പല അവയവങ്ങളുണ്ട്, അതെല്ലാം ഒരുമിച്ച് ഏക ശരീരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതേ സഭയെ പോലെ തന്നെയാണ് ഈ വധുവും വരനും ദമ്പതിമാരെന്ന് പറയുന്നത്. അവരും ഏക ശരീരമായിട്ട് ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ശരീരത്തെ മുറിച്ചു മാറ്റാൻ കഴിയാത്തതുപോലെ വിവാഹം എന്ന കൂതാശയെ വധുവരന്മാരെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, മുറിച്ചു മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇനി സഭയില് അങ്ങനെ ഒരു കർമ്മം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡിവോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? ഇല്ല. സഭയില് എന്തില്ല? വിവാഹമോചനം എന്ന് പറയുന്ന കർമ്മം എന്നുണ്ട്, ഇല്ല. സഭയില് എന്തില്ല? വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. പക്ഷേ വിവാഹത്തിനെ അസാധുവാക്കുന്ന സംഭവമുണ്ട്. അസാധുവാക്കുന്നത് ഒരിക്കലും ഇതല്ല, എന്തല്ല, വിവാഹമോചനം കൊടുക്കുന്നതല്ല. അസാധുവാക്കുക എന്ന് പറഞ്ഞാല് നേരത്തെ ഈ വിവാഹം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് അസാധുവാക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് വെറുതെ ഇങ്ങനെ അസാധുവാക്കത്തില്ല, അതിന് കൃത്യമായിട്ടുള്ള തെളിവ് വേണം. ഒന്നാമത്തെ കാര്യം, അവർ പരസ്പരം സമ്മതത്തോടെ അല്ല വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിവാഹം നടന്നിട്ടുണ്ടോ? ഇല്ല. പരസ്പര സമ്മതം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വിവാഹമല്ല. പക്ഷെ പലപ്പോഴും നമ്മള് എന്താണ്, അപ്പനും അമ്മയൊക്കെ ഞാനിപ്പോ ചത്തുകളയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, വിവാഹം കഴിപ്പിക്കാറുണ്ട്. പക്ഷെ അവരുടെ സമ്മതം അവിടെ ഇല്ല, അവർക്ക് താല്പര്യമില്ല. പിന്നെ അപ്പനും അമ്മയും ഇങ്ങനെ പറയുന്നത് കൊണ്ട് കല്യാണം കഴിക്കണം. ആ സമയത്തൊക്കെ എന്താണ്, ഈ ഒരു കേസിനൊക്കെ രൂപതാ കോടതിയിലൊക്കെ കേസിന് പോയി കഴിഞ്ഞാൽ ഈ വിവാഹം നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കും. അങ്ങനെയാണ് സഭയിൽ നടക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും തന്നെ എന്തില്ല, ഡിവോഴ്സ് എന്ന് പറയുന്നതില്ല. അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സഭയിൽ എന്ത് ചെയ്യാറുള്ളൂ, ഈ നള്ളിഫൈങ് എന്ന് പറയും, അതായത് അസാധു ആക്കുന്ന പരിപാടി എന്ത് ചെയ്യുന്നുള്ളൂ, സഭയിൽ നടത്താറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ സഭയിലെ ഡിവോഴ്സ് എന്ന് പറയുന്നില്ല. കർത്താവ് അതൊരിക്കൽ തന്നെ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും മാതാവിനെയും പിതാവിനെയും വിട്ട് ഏക ശരീരമായിട്ട് തീർന്ന് അവർക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി, നന്നായിട്ട് വളർത്തി പൂർണ്ണതയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തിലാണ് സഭ എപ്പോഴും നിലനിൽക്കുന്നത്. ഇനി വിവാഹം എന്ന കൂതാശയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിവാഹം എന്ന കൂതാശയില് ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്, വിവാഹത്തിന്റെ ക്ലാസ്സിനൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കാണ് എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു വിവാഹം എന്ത് ചെയ്യത്തുള്ളൂ, മുന്നോട്ട് പോകത്തുള്ളൂ. അതായത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതായത് കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ തന്നെയും അവർ തമ്മിലുള്ള സ്നേഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വിവാഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നശിച്ചു എന്നുള്ളതാണ്. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും. സഹകരണം ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ പണ്ടുള്ള ചിന്താഗതിയായിരുന്നപ്പോൾ സ്ത്രീകള് അടുക്കളയിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തിക്കപ്പെട്ടിരിക്കുന്നവരാണ്, അവർ പാത്രം കഴുകാനും തുണി കഴുകാനൊക്കെ ഉള്ളവരാണ്, പുരുഷന്മാര് പുറത്ത് ജോലി ചെയ്യാനുള്ളവരാണ് എന്നുള്ളത്. പക്ഷെ ഇന്ന് പലപ്പോഴും അതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ പലപ്പോഴും നമ്മൾ എന്താണ്, ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തു കുടിക്കണമെങ്കിൽ വരെ എന്ത് ചെയ്യും, വിളിക്കും, അകത്തോട്ട് വിളിക്കും, വെള്ളം കൊണ്ടുപോകാന്ന് പറയും, എടുത്ത് എന്ന് കുടിക്കത്തില്ല. അങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മള് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഠിത്തമുള്ള തലമുറയാണ്
അതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറ്റുവാനായിട്ട് കഴിയണം. അതായത് ഒരിക്കലും മേൽക്കോയ്മ നേടുവാനായിട്ടല്ല വിവാഹം എന്ന കൂതാശ ഉണ്ടായിരിക്കുന്നത്. പകരം പരസ്പര സന്തോഷത്തിലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം ഉണ്ടായിരിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഭാര്യ മാത്രമല്ല ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്, ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയെ സ്നേഹിക്കണം. അതാണ് പരസ്പര സ്നേഹത്തിന്റെ പ്രാധാന്യം. ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവരെ വളർത്തുക, നന്നായിട്ട് വളർത്തുക എന്നുള്ളതാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചു കളഞ്ഞ് വളർത്തുക എന്നുള്ളതല്ല, അവരെ നന്നായിട്ട് വളർത്തുക എന്നുള്ളതാണ്. കുട്ടികളെ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്ക് ജന്മം നൽകുക എന്നുള്ളത് മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് ഒരു കടമയാണ്. അതൊരിക്കലും തന്നെ എന്ത് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്, തള്ളിക്കളയാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? സൃഷ്ടികർമ്മം പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് ആ സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദമ്പതിമാരെയാണ് ഏൽപ്പിക്കുന്നത്, മാതാപിതാക്കളെയാണ് ഏൽപ്പിക്കുന്നത്. അവരാണ് പിന്നീടുള്ള തലമുറയ്ക്ക് ജന്മം നൽകി ആ സൃഷ്ടികർമ്മത്തിന് പങ്കാളികളായിട്ട് വരികയാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തോടുകൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, വളർത്തു കൊണ്ടുപോകുവാനായിട്ട് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും മക്കൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും. അത് ആവശ്യമാണ്, ഉള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിവില് മക്കളെ വളർത്തി കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ദൈവവചന ഭാഗത്ത് കർത്താവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതും ഇതാണ്. പരിശുദ്ധമായിട്ടുള്ള ഈ വിവാഹം എന്നുള്ള കൂതാശയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. അതൊരിക്കൽ തന്നെ തള്ളിക്കളയാനായിട്ട്, മാറ്റിക്കളയാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ നാം മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ സമർപ്പിക്കുന്നു. ഇടവകയെ നയിക്കുന്ന ജസ്റ്റിൻ ഡോമിനിക് അച്ഛനെയും ഡീക്കനെയും സിസ്റ്റേഴ്സിനെയും അങ്ങേ കരുതാലിൽ സമർപ്പിക്കുന്നു. അവർക്ക് ഇടവക ജനത്തെ നയിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നാസ്രയത്തിലെ തിരുകുടുംബത്തിന്റെ മാതൃകൾ കൊണ്ടുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് നമ്മളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മോശ വഴി ദൈവം നൽകിയ 10 കൽപ്പനകൾ അനുസരിച്ച് എല്ലാ കുഞ്ഞുമക്കൾക്കും ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, എല്ലാ രാഷ്ട്ര നേതാക്കളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ജനനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാനും രാഷ്ട്രത്തിലെ എല്ലാ ജനങ്ങൾക്കും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ഒത്തൊരുമയിലും ജീവിക്കുവാനും വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രത്യേക പ്രാർത്ഥന നമുക്ക് ഒരുമിച്ചിരിക്കാം. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ ജോയി പ്രിയരായ പ്രധാനപ്പെട്ട വിവിധ ഭവനങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന നമ്മുടെ ഉണ്ണിമിശിക BCC യൂണിറ്റിലെ പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ഇന്നത്തെ BCC വാർഷികത്തിന് അധ്യക്ഷത വഹിക്കുന്ന BCC ലീഡർ സേവ്യർ സാർ, നമുക്ക് വചന സന്ദേശം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ഡീക്കൻ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന സെന്റ് ജൂഡ് ഇടവകയിലെ BCC കോർഡിനേറ്റർ മാനുല സാർ, മറ്റു പ്രിയപ്പെട്ടവർ, നമുക്ക് തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ണിയേശുവിൻ്റെ അഥവാ ഉണ്ണിമിശിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു BCC ആണ്
നമ്മുടെ BCC യൂണിറ്റ്. നമ്മുടെ BCC യൂണിറ്റ് 28 കുടുംബങ്ങളിലായി ഏകദേശം 100-അടുപ്പിച്ച് അംഗസംഖ്യ ഉള്ള ഒരു BCC യൂണിറ്റ് കൂടിയാണ്. അപ്പോൾ ഈ BCC യൂണിറ്റിലെ വർഷങ്ങൾ വളരെ കാലമായി നമ്മൾ ഇതുപോലൊരു BCC വാർഷികം നടത്തിയിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു BCC വാർഷികം നടത്തുന്നത്. അപ്പോൾ സഭയിലാണെങ്കിലും വല്ല ഫെറോന തലത്തിലായാലും യുവതല തലത്തിലായിരുന്നാലും വളരെയധികം ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു BCC യൂണിറ്റാണ് ഉണ്ണിമിശിഹ BCC യൂണിറ്റ്. അപ്പോൾ കട്ടക്കോട് ഫെറോന എടുക്കുകയാണെങ്കിലും കട്ടക്കോട് ഫെറോനയുടെ അക്കൗണ്ടന്റായി പ്രവർത്തിക്കുന്നത് നമ്മുടെ BCC ലീഡറായ സേവ്യർ സാറാണ്. അതുപോലെ കട്ടക്കോട് ഫെറോനയിൽ തന്നെ നമുക്കിവിടെ ഫെറോന കൗൺസിലിൽ തന്നെ പ്രവർത്തിക്കുന്ന വിൻസെന്റ് ഡി പോളിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ലിസ്റ്റേഴ്സ്, അതുപോലെ ഫെറോന കൗൺസിലിലെ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ആയിട്ട് പ്രവർത്തിക്കുന്ന ഞാൻ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫെറോന കൗൺസിലിൽ പോലും നമ്മുടെ ഉണ്ണിമിശിഹ യൂണിറ്റിൽ നിന്നും 3 പേര് അവിടെ പ്രവർത്തിച്ചു വരും. അതുപോലെ തന്നെ രൂപതയിലും വിവിധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഐക്യവും അതുപോലെ പരസ്പര വിശ്വാസത്തിലും അടിയുറച്ചുകൊണ്ട് ഇനിയും നമ്മുടെ സൗഹൃദം ക്രിസ്തുവിൽ അടിയുറച്ചുള്ള ഒരു വിശ്വാസം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. ഇന്നത്തെ BCC വാർഷികത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ BCC ലീഡറായ സേവ്യർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഉദ്ഘാടകനായി എത്താമെന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്താമെന്ന് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ഇടവികാരി റവറന്റ് ഫാദർ എസ് ഡൊമിനിക് അച്ഛനാണ്. അച്ഛൻ താമസിച്ചാലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് വചന സന്ദേശം നൽകിയ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡീക്കൻ രജീഷ് ജെയിംസ് നമ്മൾ കൃത്യസമയത്ത് തന്നെ നമുക്കിവിടെ എത്തുകയും നമ്മുടെ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം നമ്മളെ രൂപപ്പെടുത്തുകയും നമുക്കുള്ള സന്ദേശങ്ങൾ നൽകുകയും നമ്മൾക്ക് ഒരു പ്രചോദനമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഡീക്കനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സെന്റ് ജൂഡ് ഇടവകയിലെ BCC കോർഡിനേറ്റർ നമ്മുടെ വളരെ ഭംഗിയായിട്ടുള്ള പ്രവർത്തനം നിർവഹിച്ചു വരുന്ന മേനൂരാസാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ഇടവക സെക്രട്ടറിയായ ജയകുമാർ സാറിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിവിധ ഭവനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന BCC യൂണിറ്റിലെ നമ്മുടെ BCCയിലെ അംഗങ്ങളെയും കുഞ്ഞുമക്കളെയും മുതിർന്നവരെയും അതുപോലെ തന്നെ BCC ഭാരവാഹികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വിവിധ സമിതികളുടെ റിപ്പോർട്ട് വരണം. ആദ്യമായിട്ട് സെക്രട്ടറി ജവാന ശുശ്രൂഷ സമിതിയിലെ റിപ്പോർട്ട് ഉണ്ണിമിശിഹ യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പ് യോഗം 20/11/2024 ജസ്റ്റിൻ ഡൊമിനിക് അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ലീഡറായി ശ്രീ സേവ്യർ സാറിനെ തിരഞ്ഞെടുത്തു. സെക്രട്ടറി അജപാലനം ശ്രീമതി വിജിയെയും ഉപലീഡർ സാമൂഹ്യം ശ്രീമതി മേഴ്സിയെയും വിദ്യാഭ്യാസം ജോയ് സാർ, ഖജാൻജി ശ്രീ ജസ്റ്റസ്, ജോയിന്റ് സെക്രട്ടറി കുടുംബ പ്രേക്ഷിതത്വം ശ്രീ വിനോദ്, യുവജന സംഘടന സോന ജയാർ എന്നിവരെ തിരഞ്ഞെടുത്തു. എന്നാൽ തുടർന്നുള്ള കുടുംബയോഗങ്ങളിലും സമിതി മീറ്റിംഗുകളിലും കുടുംബ പ്രേക്ഷിതത്വം ജോയിന്റ് സെക്രട്ടറിയായ വിനോദ് പങ്കെടുക്കാത്തതിലും ഈ ഭാരവാഹിത്വം തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാലും ശ്രീമതി ഷാലിനിയെ കുടുംബ പ്രേക്ഷിതത്വം ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഉണ്ണിമിശിഹ യൂണിറ്റിന്റെ കുടുംബ പ്രാർത്ഥന മാസത്തിൽ 2 യോഗം വീതം നടത്തിവരുന്നു. കുടുംബയോഗം ഞായറാഴ്ച 5 മണിക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനത്തോടു കൂടി ആരംഭിക്കുകയും കുടുംബനാഥൻ സ്വാഗതം പറയുകയും ചെയ്യുന്നു. ലീഡറിന്റെ ആമുഖ സന്ദേശം ഓരോ വചനം പറഞ്ഞ് ഈശോയെ യോഗമധ്യയിൽ ക്ഷണിക്കൽ, ബൈബിൾ പ്രതിഷ്ഠ, ബൈബിൾ വായന, വചന വിചിന്തനം, ജീവന്റെ വചനം തിരഞ്ഞെടുക്കൽ, സ്തുതിപ്പിന്റെ ഗാനം, ഓരോ പഠനം ആസ്പദമാക്കി ക്ലാസ് എടുക്കൽ, സ്വയം പ്രേരിത പ്രാർത്ഥന, ഓരോ സമിതിയുടെ റിപ്പോർട്ട് അവതരണം, ധനശേഖരണം, ഹാജർ, സമാപന പ്രാർത്ഥന, നന്ദി, മാതാവിന്റെ ഗാനം ആരംഭിച്ച് യോഗം അവസാനിക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി നടത്തിവരുന്നു. ജൂബിലി വർഷത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൗൺസിലിന്റെ ലക്ഷ്യങ്ങൾ, അതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ
തിട്ടപ്പെടുത്തി ഓരോ യോഗത്തിലും ക്ലാസ് എടുക്കുകയുണ്ടായി. നമ്മുടെ യൂണിറ്റിന്റെ കുരിശിന്റെ വഴി 21/3/2025 വൈകിട്ട് 5 മണിക്ക് വിനോദിന്റെ ഭവനത്തിൽ ആരംഭിച്ച് 7 മണിയോടുകൂടി ശ്രീ ജസ്റ്റിസിന്റെ ഭവനത്തിൽ സമാപിക്കുന്ന രീതിയിൽ നടത്തുകയുണ്ടായി. ഏപ്രിൽ 19 ദുഃഖ വെള്ളിയാഴ്ചത്തെ കുരിശിന്റെ വഴിയിലും തുടർന്നുള്ള ആരാധനയിലും നമ്മുടെ യൂണിറ്റിന്റെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മതബോധനത്തിന്റെ BFF ക്ലാസുകൾ ഏപ്രിൽ 21 മുതൽ 26 വരെ നടത്താൻ തീരുമാനിക്കുകയും ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാതനത്തെ തുടർന്ന് BFF ഏപ്രിൽ 28, 29, 30 തീയതികളിൽ സെന്റ് ജൂഡും പേയാടും ചേർന്ന് സെന്റ് സീവേഴ്സ് HSSൽ വച്ച് നടത്തുകയും നമ്മുടെ യൂണിറ്റിലെ കുട്ടികളെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. ആരാധനക്രമത്തെ കുറിച്ചുള്ള ക്ലാസ് 27/7/2025 സെന്റ് സീവേഴ്സ് പാഠശാലയിൽ വച്ച് 2 മണിക്ക് BCC, KCYM മതബോധന യൂണിറ്റുകൾ ചേർന്ന് നടത്തി. ഇതിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിത്തത്തിൽ കൂടി ഉണ്ടായിരുന്നു. ലത്തീൻ കത്തോലിക്ക സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, MLA തുടങ്ങിയവർക്ക് യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളുടെയും ഒപ്പുശേഖരണം നടത്തി നിവേദനം നൽകി. മതബോധന വാർഷികം മെയ് 17 സെന്റ് ജൂഡ് ചർച്ചിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും കുട്ടികൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും സൺഡേ ക്ലാസ് എക്സാമിന് നമ്മുടെ യൂണിറ്റിൽ നിന്നും കുട്ടികൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് വാങ്ങിക്കുകയും സമ്മാനത്തിന് അർഹരാകുകയും ചെയ്തു. സെന്റ് ജൂഡ് പള്ളിയിൽ ലൈസ മേരി സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ 11 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുകയും 25/5/2025 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ യൂണിറ്റിൽ നിന്നും ഒരു കുട്ടി അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഈടക്കോട് പള്ളിയിൽ വെച്ച് ജൂൺ 27 SSLC +2 പാസ്സായ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസും മൊമെന്റോ നൽകി ആദരിക്കലും ഉണ്ടായിരുന്നു. നമ്മുടെ യൂണിറ്റിൽ നിന്നും 2 കുട്ടികൾ പങ്കെടുത്തു. പള്ളി തിരുനാളിന് ഒക്ടോബർ 27 ബൈബിൾ പാരായണം, ജപമാല, ദിവ്യബലിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് കരോൾ ഡിസംബർ 16, 17 തീയതികളിൽ ഉണ്ണിമിഷന യൂണിറ്റിന്റെ എല്ലാ കുടുംബങ്ങളിലും കരോൾ നടത്തുകയും എല്ലാ കുടുംബങ്ങളുടെയും പങ്കാളിത്തവും ഉണ്ടായിരിക്കുകയും ചെയ്തു. 28/12/2025 യൂണിറ്റിൽ കുടുംബയോഗവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു. ക്രിസ്മസ് കേക്ക് മുറിക്കൽ, ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കൽ എന്നിവ സംയുക്തമായി ആഘോഷിക്കുകയും ചെയ്തു. നമ്മുടെ യൂണിറ്റിൽ ലീഡറിന്റെ പ്രയത്നത്തിൽ കുടുംബയോഗം വളരെ സജീവമായി ക്രമമനുസരിച്ച് നടത്തിവരുന്നു. ഇപ്പോൾ കൂടുതൽ കുടുംബാംഗങ്ങൾ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങുകയും പങ്കാളിത്തം കൂടി വരികയും ചെയ്യുന്നു. നമ്മുടെ ഒരു വർഷത്തെ അറിവ് ചെലവ് കണക്കും അൽമായ സമിതിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീ ജസ്റ്റിസ്. അറിവ് ചെലവ് കണക്ക് 2025 ഫെബ്രുവരി മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ കുടുംബത്തിൽ നിന്നും രഹസ്യത്തിരിവായി ലഭിച്ച തുക 3822. ഏപ്രിൽ മാസത്തിൽ പാതകൾ 1600 രൂപ. ഒക്ടോബർ മാസത്തിൽ തിരുനാൾ വഴി 18,000 രൂപ. വരവ് ആകെ 23,422 രൂപ. അതിൽ ചെലവായിട്ട് വരുന്നത് ഫെബ്രുവരി മാസത്തിൽ BC സംഗമത്തിന് 200 രൂപ കൊടുത്തു. ഏപ്രിൽ മാസം BF 250 രൂപ കൊടുത്തു. ജൂലൈ മാസം ദീപലിക്ക് പൂ വാങ്ങിയത് 470 രൂപ. ആ മാസം തന്നെ റെപ്രസെൻറ്റേറ്റീവ് മിനിസ്ട്രിക്ക് 143 രൂപ. ഒക്ടോബർ മാസം തിരുനാൾ പൂ വാങ്ങിയത് 1000 രൂപ. നവംബർ മാസം പൂ വാങ്ങിയത് 430 രൂപ. ആകെ 2493 രൂപ. തിരുനാൾ വരി തിരികെ കൊടുത്തത് 18,000. പാതയം നൽകിയത് 1600. ആകെ 22,093 രൂപ. ബാലൻസ് 1329. പാസ്ബുക്ക് 500. കൈവശം 729. അൽമായ സംഘടന റിപ്പോർട്ട്. KLCയുടെ ഭാഗമായി മാർച്ച് മാസം സംഘടിപ്പിച്ച പാതയം പരിപാടിയിൽ യൂണിറ്റിലെ ഓരോ കുടുംബങ്ങളിൽ നിന്നും സംഭാവന പിരിച്ച് 1600 രൂപ നൽകുകയുണ്ടായി. KLCയുടെ ഐഡന്റി കാർഡിലുണ്ടായ സംശയങ്ങൾ ചർച്ച ചെയ്യുകയും അംഗത്വം പുതുക്കുകയും പുതിയ അംഗങ്ങളെ ചേർക്കാൻ തീരുമാനിച്ചു.
അന്മായ സംഘടനയെ ബന്ധപ്പെട്ട് വിൻസെന്റ് ഇപ്പോൾ ഓണത്തിനും ക്രിസ്മസിനും സഹജങ്ങൾക്ക് കിറ്റ് നൽകുകയും പ്രോജക്റ്റ് ലോൺ ഇനത്തിൽ 6 പേർക്ക് 5000 രൂപ നിരക്കിൽ 30,000 രൂപ ലോൺ നൽകുകയുണ്ടായി. സാമൂഹ്യ സുരക്ഷാ സമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ശ്രീ മിസ്സി. മാർച്ച് മാസം മുതൽ ഇടവകയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. 2/3/2025 പായസ ചലഞ്ച് നടത്തി. പാക്കറ്റിന് 50 രൂപ നിരക്കിലായിരുന്നു കൊടുത്തത്. 6000 രൂപ ലാഭം നേടാൻ സാധിച്ചു. നമ്മുടെ യൂണിറ്റിൽ നിന്നും പങ്കാളിത്തം ഉണ്ടായിരുന്നു. 4/5/2025 മെയ് ദിനം, അതായത് തൊഴിലാളി ദിനം ആചരിച്ചു. ഓരോ യൂണിറ്റിൽ നിന്നും ഒരു തൊഴിലാളിയെ കണ്ടെത്തി ഓരോരുത്തർക്കും 500 രൂപ നൽകി ആദരിച്ചു. അതിന്റെ ഭാഗമായി നമ്മുടെ യൂണിറ്റിൽ സ്റ്റീവനെയാണ് ആദരിച്ചത്. 15/6/2025 മെഡിക്കൽ ക്യാമ്പ്, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ 64ഓളം പേർ പങ്കെടുത്തു. നമ്മുടെ യൂണിറ്റിലുള്ളവർക്കും ഇത് ഉപയോഗപ്രദമായിരുന്നു. 31/8/2025 നടത്തിയ വിപണന മേളയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. 11/10/2025 സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ കോൺഗ്രസ് പരിശീലനത്തിൽ നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങൾ പങ്കെടുത്തു. 30/11/2025 നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും സഹകരണം ഉണ്ടായിരുന്നു. 20/12/2025 കരുതലോട് എന്ന പദ്ധതിയുടെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് നിഴ്സും KLCWയും ചേർന്ന് 5200 രൂപ നൽകി. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറി, തുണി എന്നിവയും നൽകി. ഇതിന് നമ്മുടെ യൂണിറ്റിൽ നിന്നും സഹകരണം ഉണ്ടായിരുന്നു. കുടുംബ പരിഷത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ശ്രീമതി ശാലിനി. കുടുംബ പരിഷത്ത് വാർഷിക റിപ്പോർട്ട് 2025. 26/6/2025 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം മീറ്റിംഗ് കൂടി മാർച്ച് മാസത്തിൽ യൂണിറ്റ് തലത്തിൽ കുരിശിൻ്റെ വഴി നടത്തുകയുണ്ടായി. 27/7 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം മുത്തച്ഛന്മാരുടെ ദിനം ആഘോഷിക്കുകയും ഇടവകാരി ജപമാല നൽകി ആദരിക്കുകയും ചെയ്തു. ഒക്ടോബർ 5-ാം തീയതി ദിവ്യബലിക്ക് ശേഷം കുടുംബ പരിഷത്ത് മീറ്റിംഗ് കൂടി തിരുനാളിനെ കുറിച്ചും തിരുക്കുടുംബ തിരുനാളിനെ കുറിച്ച് ആലോചന നടത്തി. ഒക്ടോബർ 12-ാം തീയതി പ്രബോധനയുടെ നേതൃത്വത്തിൽ അന്തിരിക്കോൺ സ്കൂളിൽ വെച്ച് നടന്ന അവലോകന ക്ലാസ്സിൽ പങ്കെടുത്തു. നവംബർ മാസത്തിൽ മീറ്റിംഗിൽ കൂടി തിരുക്കുടുംബ തിരുനാളിനെ കുറിച്ച് ആലോചിച്ചു. 28/12/2025 ഞായറാഴ്ച തിരുക്കുടുംബ തിരുനാളായതിനാൽ ദിവ്യബലിയുടെ ക്രമീകരണങ്ങൾ നടത്തി. കുടുംബ പരിഷത്ത് സമിതി ആണ് അന്ന് ദിവ്യബലി ക്രമീകരണങ്ങൾ നടത്തിയത്. ഫാദർ ഡിനോസ് റോസിന്റെ നേതൃത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ മുഴുവൻ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ദിവ്യബലിക്ക് ശേഷം ഉണ്ണിയപ്പോൾ ചായ വിതരണം ചെയ്ത് 25 രോഗി സന്ദർശനവും 12 മരണഭവന സന്ദർശനം നടത്തി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ സമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ശ്രീ ജോയി. 2025 ഏപ്രിൽ മുതൽ 2026 നാളിന് വരെയുള്ള വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെ റിപ്പോർട്ട്. 1/6/2025 ഉണ്ണിമിഷിക BCCയിലെ 5 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കൊറോന സ്കിൽ ട്രെയിനിങ് ഓൺഗോയിങ് ക്ലാസ്സിന് നമ്മുടെ BCCയിലെ ജിയ മനോജ് പങ്കെടുത്തു. ജൂൺ 8 വിദ്യാഭ്യാസ ദിനം. പെന്തക്കോസ്ത് ദിനത്തിൽ SSLC വിജയിച്ച ജീന മനോജ്, ആരോൺ എൽച്ച്, ആൺമരിയ എൽ ജെയിംസ്, സജ്ജന RS എന്നിവരെയും +2 ജയിച്ച അക്ഷയ് മോഹൻ, അലൻ സന്തോഷ് എന്നിവരെയും സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിൽ വിജയിച്ച അക്ഷയ് മോഹനെയും വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ആദരിച്ചു. 4/5/2025 ഫ്രാൻസിസ് പാപ്പ എഴുതിയ ചാക്രിക ലേഖന മത്സരം ഇടവകയിൽ നടത്തിയതിൽ HS വിഭാഗത്തിൽ അക്ഷയ് മോഹന് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. സെന്റ് ജൂഡ് ലൈബ്രറിക്ക് ഉണ്ണിമിഷിക BCC യൂണിറ്റും പുസ്തക ശേഖരണം നടത്തി. ജോയി ടി 175 പരം പുസ്തകങ്ങൾ, സേവ്യർ സാറ് 12 പുസ്തകങ്ങൾ, ആൽവിൻ സന്തോഷ് 2, റിന്യൂ ജസ്റ്റസ് 1, ജസ്റ്റസ് 20 പുസ്തകങ്ങളും സംഭാവനയായി സെന്റ് ജൂഡ് ലൈബ്രറിക്ക് നൽകി. 6/7/25 നടത്തിയ ലഹരി വിരുദ്ധ പോസ്റ്റർ മത്സരത്തിൽ UP വിഭാഗത്തിൽ ജിയ മനോജ് 1ാം സമ്മാനവും, HSS വിഭാഗത്തിൽ ജീന മനോജ് 1ാം സമ്മാനവും, സാന്ദ്ര JR 2ാം സമ്മാനവും നേടി. മുതിർന്നവരുടെ വിഭാഗത്തിൽ
സോന ജയ രണ്ടാം സമ്മാനം നേടി. ഈഴക്കോട് സെന്റ് ലിയോപോൾഡ് പള്ളിയിൽ 27-25 നടന്ന ഫെറോന തല കരിയർ ഓറിയന്റേഷൻ മോട്ടിവേഷൻ ക്ലാസ്സിന് ജീന മനോജ്, ആരോൺ എച്ച്, അക്ഷയ് മോഹൻ, അലൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 7 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന നമ്മുടെ BCC യൂണിറ്റിലെ അധ്യാപക ദിന ആഘോഷത്തിനും നമ്മുടെ സെക്യൂർഡ് പള്ളിയിൽ നടന്ന അധ്യാപക ദിന ആഘോഷത്തിനും മതബോധന അധ്യാപകരായ നമ്മുടെ BCC യൂണിറ്റിലെ ജിനി, റിനു ജസ്റ്റിസ്, ആൽവിൻ സന്തോഷ് എന്നിവരെ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ആദരിച്ചു. സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവീയ ഉടമ്പടി, ഉപന്യാസ മത്സരം, സ്വാതന്ത്ര്യ സമര ക്വിസ്, പരിസ്ഥിതി ദിനം, സെപ്റ്റംബർ 7 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മതിരുനാളോടനുബന്ധിച്ചുള്ള കളറിംഗ് മത്സരം എന്നിവയിലെല്ലാം ഉണ്ണിമിഷിക BCCയും സജീവമായി പങ്കെടുത്തു. ഗാന്ധി ജയന്തി ക്വിസ് മത്സരത്തിൽ അഭിനവ് എൽച്ചെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 7 കൂടാശകളെ കുറിച്ചുള്ള ചാർട്ട് മത്സരത്തിൽ HSS വിഭാഗത്തിൽ ജീന മനോജ്, പാരന്റ്സ് വിഭാഗത്തിൽ വിജി മനോജ് സമ്മാനം നേടി. ഡിസംബർ മാസത്തിൽ നടത്തിയ ഉണ്ണീശ്വരി കത്ത് മത്സര വിഭാഗത്തിൽ HSS ഡിഗ്രി വിഭാഗത്തിൽ സുജിന S. ജയിച്ചൽ 2ാം സമ്മാനം നേടി. പാരന്റ്സ് വിഭാഗത്തിൽ വിജി മനോജ് പ്രോത്സാഹന സമ്മാനം നേടി. ഡിസംബർ മാസത്തിൽ ഗ്രേറ്റിംഗ്സ് കാർഡ് മത്സരത്തിൽ HSS ഡിഗ്രി വിഭാഗത്തിൽ സോന ജയ 1ാം സമ്മാനവും സുജിന S. ജയിച്ചൽ 2ാം സമ്മാനവും നേടി. രൂപത പ്രോഗ്രാമായ നെസ്റ്റ്, അതായത് യുവ രക്ഷകർത്താക്കൾക്കായി സംഘടിപ്പിച്ച ക്ലാസ് 14-1-25 സെന്റ് ജൂഡ് പള്ളിയിൽ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി സംഘടിപ്പിച്ചു. ഡോക്ടർ സോജ, ആനിമേറ്റർ ലിനു ജോസ് എന്നിവർ ക്ലാസ് നയിച്ചു. 2026 ഫെബ്രുവരി 1 കട്ടക്കോട് പള്ളിയിൽ വെച്ച് നടക്കുന്ന പരീക്ഷ ഉൽപ്പത്തിയാനത്തിന് നമ്മുടെ BCCയിലെ 5ാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതിയുടെ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. നമ്മുടെ റിപ്പോർട്ട് അവതരണം പൂർത്തിയായിരിക്കുകയാണ്. ഇത് റിപ്പോർട്ടിൽ എന്തെങ്കിലും സംശയമോ ചർച്ചയോ ആവശ്യമുണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യപ്പെടുന്നു? ഇല്ലെങ്കിൽ നമുക്ക് കൈയടിച്ച് എല്ലാ റിപ്പോർട്ടുകളും ഒരുമിച്ച് പറയാം. അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ അധിക പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് BCCകളിൽ പഠന ക്ലാസ്സുകൾ തുടർച്ചയായി നടത്തിയായിരുന്നു അല്ലേ? സ്ഥിരമായിട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ വെച്ച് ക്ലാസ്സും പിന്നെ വിചിന്തനം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ജനുവരി മാസത്തെ വിഷയം ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാതെ, കാരണം നമ്മളല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് മിസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വർഷം ഈ ആദ്യത്തെ 2 ആഴ്ച കാലത്തെ വിഷയം എന്ന് പറയുന്നത് ഗൗഡി എറ്റ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷവും പ്രത്യാശയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ വിശദമായ ചർച്ച സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സഭയും ലോകവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക. അതായത് സഭയ്ക്ക് സഭയുടേതായ ഒരു പ്രാധാന്യം ഇന്നത്തെ ലോകത്തുണ്ട്. ആ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾക്കും വിശ്വാസികൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അത് മനുഷ്യ ജീവിതത്തിൽ ദൈനംദിനമായിട്ട് നമ്മൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും സംവാദങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടെയാണ് നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ സമൂഹത്തിലുണ്ടാകുന്ന ഇടർച്ചകളും പതർച്ചകളൊക്കെ പരിഹരിക്കുന്നതിനും നമ്മുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവസരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം നമ്മുടെ യൂണിറ്റ് തലത്തിലും ഇടവക തലത്തിലും സഭാ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാകുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. അടുത്തത് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ പരിഹാരം കാണുക എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഡീക്കൻ സൂചിപ്പിച്ചു, വിവാഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വിവാഹം ആശീർവദിച്ചു കൊടുക്കുന്നത് ഡൈവോഴ്സ് എന്നുള്ള വിഷയം നമ്മുടെ ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അനുബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ അതിൽ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും സഭാ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രയത്നം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കൊക്കെ തോന്നാം, നമ്മൾ എന്തിനാണ് 2 ആഴ്ച കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് വിളിച്ചിരുത്തി BCC യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, അവിടെ വരുമ്പോൾ ക്ലാസ് എടുക്കുന്നു, പഠിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനും വിശ്വാസ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ആകേണ്ടതായിട്ടുണ്ട്.
നമുക്കറിയാം, നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈ പ്രദേശത്ത് താമസിക്കുന്നത്, വിവിധ വിശ്വാസത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകേണ്ടതുണ്ട്. അപ്പൊ ആ മാതൃക നമ്മൾ പാലിക്കണമെങ്കിൽ ഈ പ്രമാണരേഖകളും കൽപ്പനകളും എല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ജീവിതം ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണം. പിന്നെ സഭയുടെ ശബ്ദമാകുക എന്നുള്ളതാണ്. അതായത് സഭയുടെ ശബ്ദം നമ്മൾ പറഞ്ഞു തന്നെയാണ്. നമ്മൾ വിശ്വാസികളും അവിശ്വാസികളും വിവിധ ദൈവങ്ങളിലും അല്ലെങ്കിൽ വിവിധ വിശ്വാസ സഭയിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവാം. പക്ഷെ ആ സമയത്തും നമുക്ക് നമ്മുടേതായ ക്രിസ്ത്യാനിറ്റിയുടെ ശബ്ദം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമം നമ്മൾ നിരന്തരം ചെയ്യുക തന്നെ വേണം. ആധുനിക ലോകത്തിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രത്യാശയിലും ആശങ്കയിലും പങ്കുചേരാം. അതായത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് സന്തോഷം മാത്രമല്ല, സങ്കടം മാത്രമല്ല, ദുഃഖം മാത്രമല്ല, അതിന്റെ ഓരോ ആസ്പെക്ട്സിനകത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിനും ക്രൈസ്തവമായ ഒരു ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനും നമ്മുടെ സമൂഹത്തെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്താണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പരസ്പര സ്നേഹത്തിൽ കഴിയുക എന്നുള്ളത് അല്ലേ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെയും ആ സമൂഹത്തിൽ പരസ്പര സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ആ ഒരു തലത്തിൽ ജീവിക്കുന്നതിന് നമുക്ക് ഈ അവസരങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുചേരുക എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനും ചിട്ടയായ ജീവിതം നയിക്കുന്നതിനും നമ്മളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതറിയാൻ പറ്റും. നമ്മൾ ഈ തുടക്കത്തിൽ ഈ വീട്ടിൽ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതിന്റെ തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങൾ നടത്തിയത്. അന്ന് 26 പേരാണ് പങ്കെടുത്തത്. ഇന്ന് എനിക്കൊന്ന് ഏകദേശം 50 അടുപ്പിച്ച ആൾക്കാർ ഉണ്ടാവുന്ന കണക്കൂട്ടാണ് അല്ലെ. നമുക്ക് നല്ലൊരു പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ യൂണിറ്റില് 28 കുടുംബങ്ങൾക്ക് ഒരു പുതിയ കുടുംബം 29 കുടുംബങ്ങളായിട്ട് 104ഓളം അംഗങ്ങളുണ്ട്. അപ്പൊ ഈ മുഴുവൻ പേരെയും പങ്കെടുപ്പിക്കുന്നതിനും ഒരു വിശ്വാസ സമൂഹം വളരുന്നതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിരന്തരം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ മനസ്സിലാക്കി. നമ്മുടെ ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് PCC കോർഡിനേറ്റർ ശ്രീ അനിൽദാസ് അവരെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനമുള്ള അധ്യക്ഷൻ റോയി, യൂണിറ്റിൽ പങ്കെടുക്കാൻ വാർഷികത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ 16 യൂണിറ്റുമായിട്ട് പേയാട് ആയിരുന്നു നമ്മളിതുവരെ കഴിഞ്ഞിരുന്നത്. നമ്മളിങ്ങോട്ട് വന്നിട്ട് ഇപ്പം 1.5 വർഷമായി. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പേയാടിനെക്കാർ ഒരുപടി മുന്നിലാണെന്നാണ് നമ്മുടെ സഹോദര മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ചരിത്രമൊന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സെന്റ് ജൂഡ് എന്ന് പറഞ്ഞ മൂലത്തോപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂലത്തോപ്പിലെ ഒരു ഒട്ടക്കിണറും പള്ളിക്കുള്ള സ്ഥലവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളിൽ ജോലിയുള്ള ഒരു സാറ് അവിടെ വരുന്നു. സാറ് വന്നിട്ട് സാറാണ് അവിടുത്തെ ആളുകളെ സംഘടിപ്പിക്കുന്നത്. സാറ് ആളുകളെ സംഘടിപ്പിച്ച് നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന പരിപാടി എന്ന് പറയുന്നത് സകല വിശുദ്ധരുടെ തിരുനാളാണ്. കാരണം അവിടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ സാറ് അവിടെ വലിയ ആഘോഷമായിട്ട് ഇത് നടത്തി. അങ്ങനെ വന്ന് വരുമ്പോൾ സാറാണ് ഇവിടെ ഒരു സെന്റ് ജൂഡിൻ്റെ ഒരു ഇത് കൊണ്ടുവരുന്നത്. സെന്റ് ജൂഡ് സാറിൻ്റെ നേതൃത്വത്തിലാണ് സെന്റ് ജൂഡ് ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ ഉണ്ടാക്കുന്നു. അതിൽ നിന്നാണ് സെന്റ് ജൂഡ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധന്റെ ഒരു നാമത്തിലവിടെ കൊണ്ടുവന്നത്. നമ്മളവിടെ ആദ്യം തുടങ്ങുന്നത് ഒരു ഷെഡാണ്, ഓല ഷെഡാണ്. ഓല ഷെഡിൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങളതിൽ ചാണകം വഴിയാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നൊവേന നടത്തിക്കൊണ്ടിരുന്നത്. ആ നൊവേന നടത്തിക്കൊണ്ടിരുന്നതിൽ നിന്നാണ് സെന്റ് ജൂഡിന്റെ സെമിത്തേരി ചാപ്പൽ എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാകുന്നത്. ആ പള്ളിയിൽ നിന്നാണ് ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ ഒരു പള്ളി ഉണ്ടാകുന്നത്. പള്ളി ഉണ്ടാകുന്നതും ഒരു നിയോഗം പോലെ നമുക്കൊരാൾ വരുന്നു, നമുക്കൊരു പള്ളി വയ്ക്കാമെന്ന് പറയുന്നു, അയാൾ സ്പോൺസർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളും കൂടെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് ഇപ്പം നമ്മൾ നിലവിൽ കാണുന്ന സെന്റ് ജൂഡ് ചർച്ച് നിലവിലുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ നമ്മളെ 6 യൂണിറ്റുകൾ ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മളിങ്ങോട്ട് വന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പേയാടിനേക്കാൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്നാണ് വിശ്വാസം. കാരണം നമ്മൾ ഫൊറോന മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തുന്നത് അങ്ങനെയാണ്.
അത്രയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പള്ളി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരു കുരിശടി ഉണ്ടാവണമെന്ന് അച്ഛൻ ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ ആവശ്യപ്പെടുന്നു. കുരിശടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ലാതെ കുരിശടിക്ക് ആളുകൾ സ്പോൺസർ കിട്ടുന്നു, കുരിശടി ഉണ്ടാകും. അത് കഴിഞ്ഞ് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു പിയാത്ത ഉണ്ടാവണമെന്ന് ഞാനാണ് അച്ഛനോട് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛനെ കാണാൻ പോകുമ്പോൾ ഈ നമ്മുടെ പിയാത്ത ചെയ്ത ശില്പി അവിടെ നിൽപ്പുണ്ട്. ശില്പി അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്, മാനുവിലെ ശില്പി ഇതാ നിൽപ്പുണ്ട്, നമ്മുടെ ഇത് പിയാത്ത ചെയ്യാനുള്ള ശില്പിയാണ് നിൽക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അച്ഛൻ ശില്പിയായിട്ട് അവിടെ വരുന്നു, സ്ഥലം കാണുന്നു. അങ്ങനെയാണ് അവിടെ ആ പിയാത്ത ഉണ്ടാകുന്നത്. ഇതെല്ലാം ഉണ്ടായി നമ്മൾ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഇപ്പം നമ്മളൊരു പാരിഷ് ഹാൾ നിർമ്മിക്കുവാനായിട്ട് നമ്മൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി പിയാടിൽ നിന്ന് നമുക്ക് അതിനുള്ള സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുമായി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒരു വർഷം കൊണ്ട് നമ്മൾ അതിന് പുറകെ നടക്കുകയാണ്. നമ്മൾ ഓലഷെഡിൽ തുടങ്ങിയ സംഭവം ഇതുവരെ എത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനവും ഞങ്ങൾ എത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഈ വാർഷികത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം വേണ്ടുന്ന മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉപദേശിച്ചു വെച്ച മുതലുള്ള ശ്രീ ക്രിസ്തുദാസിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ യൂണിറ്റിൻ്റെ ഉണ്ണിമിശിഹാ യൂണിറ്റിൻ്റെ വാർഷികം നടക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരെയും നയിക്കുന്നു. അതോടൊപ്പം സാറിൻ്റെ നല്ല ലീഡർഷിപ്പിൽ ഈ യൂണിറ്റിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ മുദ്രവള്ളിയിൽ നിങ്ങൾ ശാഖയുമാണ് എന്ന് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് നിർത്തുന്നു. നമസ്കാരം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മിശിഹാ BCC യൂണിറ്റിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ രാവിലെ ദിവ്യബലിയർപ്പണത്തിന് നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുക്കത്തോടുകൂടി ഇവർ ബലിയർപ്പിക്കുവാനായിട്ട് വന്നു. അപ്പോൾ വൈകുന്നേരം അതുപോലെ സാധിക്കുന്ന രീതിയിൽ മിക്കവാറും കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കരുതുന്നു. അവർ നമ്മുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒന്നാണ്. പഞ്ചായത്ത് മെമ്പറായ ശേഷമുള്ള ആദ്യത്തെ BCC വാർഷികവും കൂട്ടായ്മയൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. BCCയുടെ പേരിലും നമ്മുടെ ഇടവകയുടെ പേരിലുമുള്ള കൂട്ടായ്മകൾ എപ്പോഴും ശക്തിപ്പെടുത്തുന്നതിന്, അതിനെ ഒത്തുകൂട്ടുന്നതിന് നേതൃത്വങ്ങൾ ആവശ്യമാണ്. മുന്നിൽ നിൽക്കുവാനായിട്ട്, ഒന്നിച്ചു കൂട്ടുവാനായിട്ട് നേതൃത്വത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷ സമിതികൾ, ഇടവകയിലെ ശുശ്രൂഷ സമിതികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള താല്പര്യമുള്ളപ്പോഴാണ്. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യേകത, എല്ലാവർക്കും കഴിവുകളുണ്ട്. കാരണം കുഞ്ഞുനാൾ മുതൽ അവർ ലിറ്റിൽ വേ, മതബോധനം, KCYM ഇങ്ങനെയുള്ള സംഘടനകളുടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ അവർക്ക് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശേഷി അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ പലരും അതിൻ്റെതായ രീതിയിൽ അതിനെ പൊലിപ്പിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മടി കൊണ്ടും എന്തിന് എന്നുള്ള ചിന്ത കൊണ്ടും ചിലർ പഠനത്തിന് കൂടുതൽ ശ്രദ്ധ മാറുമ്പോൾ പഠിക്കുവാൻ പറ്റില്ല എന്ന ചിന്ത കൊണ്ട്, ചിലർ കുടുംബത്തിൻ്റെ ആകുലതകൾ കൊണ്ടും ഒക്കെ മാറി നിൽക്കാറുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സെൻറ് ജോർജ് ഇടവകയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ത്യാഗത്തോടു കൂടി ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണിമിശിഹാ BCC യൂണിറ്റ് അത്തരത്തിലുള്ള നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടവക എന്ന് പറയുന്നത് കൂട്ടായ്മകളുടെ കൂട്ടായ്മ എന്ന് പറയുക. BCC എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മ കൂടുതൽ ഈടുറ്റതായിട്ട് തീരുന്നത് ആ കൂട്ടായ്മകളിലുള്ള നമ്മുടെ പങ്കാളിത്തവും അതിനുള്ളിൽ പരസ്പരം കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ച് ഇഴയടുപ്പം എന്നൊക്കെ പറയുന്നില്ലേ, ഇഴയടുപ്പം എന്ന് പറയും.
അപ്പോൾ ആ ഒരു ഇഴയടപ്പം ഉണ്ടാകുമ്പോഴാണ് ഈ BCC യൂണിറ്റിലുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പരസ്പരം അത് എൻ്റെയും കൂടെയാണ്, എൻ്റെയും കൂടെ പ്രശ്നമാണ്, എൻ്റെയും കൂടെ വിഷമമാണ്, എൻ്റെയും കൂടെ സന്തോഷമാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ഈ കൂട്ടായ്മ എന്ന് വളരെ ഉച്ചത്തിൽ പറയാൻ സാധിക്കുന്നത്. അപ്പം ഇന്ന് ഇവിടെ ഈ ഒരു BCCയുടെ വാർഷികത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഒരു കൂട്ടായ്മ പ്രകടമാണ്. നേതൃത്വത്തിൽ നമ്മുടെ സേവ്യർ സാറ് അതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ മറ്റുള്ള സമിതി ശുശ്രൂഷ പ്രവർത്തകരുണ്ട്, ബാക്കിയുള്ളവർ. അപ്പോൾ ഞാനിങ്ങനെ ഇത് വന്ന ശേഷം നമ്മുടെ ഷീല ചേച്ചിയുടെ നിലവിലെ പാട്ട് പാടി കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാര്യം ഇങ്ങനെ മുതിർന്നവർ പോലും അങ്ങനെ സന്തോഷത്തോടെ വന്ന് പാടണമെങ്കിൽ അപ്പം അത്രയേറെ ഒരു ഇഴയടുപ്പമുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഈ ഉണ്ണിമിശിഹ BCC യൂണിറ്റിലുള്ളവർ പരസ്പരം ഉണ്ട്. പലപ്പോഴും അത് അത്ര പ്രത്യക്ഷത്തിൽ വരില്ലായിരിക്കും, പക്ഷെങ്കിലും പ്രത്യക്ഷത്തിൽ വരണം എന്നുള്ളതാണ് കുറച്ചുകൂടി നല്ലൊരു കാര്യം. അപ്പോൾ ഇന്ന് ഇപ്പം നിങ്ങൾ ഒന്നിച്ചു കൂടി, പുരുഷന്മാർ കുറേ പേരൊക്കെ ഉണ്ട്, എല്ലാവരും വന്നിട്ടില്ല എങ്കിലും കുറേ പേരുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു അമ്മമാരൊക്കെ മിക്കവാറും പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ രാവിലെ പള്ളിയിലൊന്നും വളരെ ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഇല്ലേ, ചിലരൊക്കെ എന്തോ മിസ്സിംഗ് പോലെ തോന്നുന്നു. ഓക്കെ, എന്തായാലും അപ്പോൾ വളരെ നന്നായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇത്രയും സമയം വൈകുന്നേരം 6 മണി മുതൽ ഇത്രയും സമയം സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഈ ഈശോ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാർ പങ്കുവയ്ക്കുന്നത് ഈശോയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഈശോയുടെ അനുഭവം, അതായത് ഒരു കൂട്ടായ്മയുടെ അനുഭവം. അപ്പോൾ അതുതന്നെയാണ് കത്തോലിക്ക സഭയിൽ നിന്ന് നിൽക്കുന്ന BCC യൂണിറ്റുകൾ. അപ്പോൾ അത് ഈ അടിസ്ഥാന ക്രൈസ്തവ രൂപം കൊള്ളുന്നത് തന്നെയും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്ന അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ അനുഭവത്തിൽ നിന്നാണ്. അപ്പം അത് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള BCC യൂണിറ്റുകളിലൂടെ കൂടുതൽ ധന്യമാക്കി മാറ്റണം. അതിന് BCC യോഗങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള പങ്കാളിത്തത്തിൻ്റെ വർധനവുണ്ടാകണം. അപ്പോൾ ഈ നമ്മൾ ഇന്ന് ഒന്നിച്ചു വന്നു. അടുത്ത BCC യോഗം വരുമ്പോൾ ഇവിടെ ഇരിക്കും നമുക്ക് സാധിക്കുന്ന എല്ലാ പേർക്കും വേണമെങ്കിൽ ചക്കവേലിലും കഴിക്കുന്നു പറയാറുണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം അല്പസമയം ഒരു 1.5 മണിക്കൂർ സമയം ഒന്നിച്ച് വന്നിരിക്കാൻ സാധിക്കും മനസ്സ് വെച്ചാൽ അല്ലേ? അപ്പം അതിന് സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് കഴിഞ്ഞ് അടുത്ത മാസം ഈ മാസം ഇനി വീണ്ടും BCC യോഗം ഉണ്ടാകുമല്ലോ. അപ്പോഴൊന്നിച്ച് വന്നിരുന്ന കാര്യങ്ങൾ സംസാരിക്കുവാനും നമ്മൾ ഇപ്പോൾ ഈ BCC യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥനായോഗം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ പ്രാർത്ഥനയോഗമല്ല, കുടുംബയോഗം എന്നാണ് അതിനെ പറയേണ്ടതെന്നാണ്. പ്രാർത്ഥനയുണ്ട്, ഒപ്പം പ്രവർത്തനമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ പഴയ അപ്പോസ്തലന്മാരുടെ കാലത്തുള്ള കൂട്ടായ്മ അനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതെന്നാണ് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഇനി മാർച്ച് കഴിയുമ്പോൾ നമുക്ക് അല്പം കൂടി ക്രിയാത്മകമായിട്ടുള്ള BCC യോഗങ്ങളുടെ പതിപ്പ് നമുക്ക് നൽകും. രൂപത കുറച്ചുകൂടി നന്നായിട്ട് പ്രവർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് അല്പം കൂടി വിശദമായ പ്രവർത്തനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാകണം BCC യോഗങ്ങൾ എന്നുള്ള ചിന്ത നമുക്ക് നൽകും. അപ്പം അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയും കൂടുതൽ നന്നായിട്ട് നല്ല ബന്ധങ്ങൾ, ഉള്ളിലുള്ള ബന്ധങ്ങൾ, പരസ്പരം നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു, എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹമുള്ള നമ്മുടെ യൂണിറ്റിൻ്റെ ലീഡർ സേവ്യർ സാറ്, ഇവിടെ വിദ്യാഭ്യാസ പ്രതിനിധിയായി ജോയി, നമ്മുടെ ഡീക്കൻ, മറ്റേ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആൾക്കാർ മുഴുവൻ, യൂണിറ്റ് അംഗങ്ങളെ, സഹപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ ഉണ്ണിമിശിഹ യൂണിറ്റിൻ്റെ വാർഷികാഘോഷം നടക്കുന്ന നല്ലൊരു സുദിനമാണ്. എന്തായാലും നല്ല എല്ലാവരുടെ പ്രാതിനിധ്യം അനുസരിച്ച് നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്താൽ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു യൂണിറ്റ് നമ്മളെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നിങ്ങളെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നടത്തുന്നു. ജീന മനോജ്, സഞ്ജന, +2 അലൻ സന്തോഷ്,
ഷൈമോ. BBA അനു എസ്. ആദ്യമായി ഞാൻ നമ്മുടെ BCC ലീഡർ അധ്യക്ഷനായ സേവ്യർ സാറിന് എന്ന് പറയുന്നു. ഇന്ന് ഈ നമ്മുടെ BCC വാർഷികത്തിന് എല്ലാ ഒത്തുകളും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതിന് സേവ്യർ സാറിന് എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അടുത്തത് നമുക്ക് നമ്മുടെ ഇടവകാരി ജസ്റ്റിനാണ് മുഖ്യപ്രഭാഷണം നടത്തി. അത് അവസാനമായി പോയെങ്കിൽ അച്ഛൻ മാക്സിമം എത്താൻ സാധിച്ചു അച്ഛന്. അപ്പോൾ നമ്മുടെ എല്ലാവരും പേരിൽ എത്തിച്ചേർന്ന് നമ്മുടെ അച്ഛന് എന്ന് പറയും. അതോടൊപ്പം നമ്മുടെ ഡീക്കൻ വചന വിചിന്തനം നമുക്ക് ഡീക്കനും അത് പറയുന്നു. നമുക്ക് നമ്മുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് നമ്മുടെ കുടുംബജീവിതം എങ്ങനെ നയിക്കുന്നതിനെ കുറിച്ച് വളരെ വിചിന്തനം നൽകിയപ്പോൾ ഡീക്കന് നമ്മുടെ ഇവരുടെ പേരിൽ എൻ്റെ പേരിലുള്ള അർപ്പിക്കുന്നു. അതുപോലെ നമ്മളിവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇടവക സെക്രട്ടറി ജയൻ അങ്കിളിനും നമ്മുടെ ഇവരുടെ പേരിലുള്ള നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്ന BCC കോർഡിനേറ്റർ മാനുവൽ ദാസ് അങ്കിളിനും നന്ദി പറയുന്നു. പിന്നെ അവസാനമായാലും നമ്മളിപ്പം എത്തിച്ചേർന്ന് നമുക്ക് ആശംസ അർപ്പിച്ച നമ്മുടെ ഉപദേശിച്ച ക്രിസ്തവ സംഘങ്ങളിലും നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ നമ്മുടെ സാന്നിധ്യമായിരുന്ന മീഡിയയുടെ എല്ലാ കാര്യങ്ങളും മീഡിയയെ കവറേജ് നടത്തിയ വിജയിക്കും ഇതിൻ്റെ പേരിൽ നന്ദിയും നമ്മുടെ യൂത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ ഈ വാർഷികത്തിനോട് കൂടിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ നമ്മുടെ യൂത്തിൻ്റെ പേരിലുള്ള നന്ദി പറയുന്നു. ആകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നതോടും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ